ഒരു സ്ഥലം വരെ പോവാ. നമുക്ക് ഒന്നിച്ച് പോവാം. നമുക്ക് ഒന്നിച്ച് പോവാം. ഹലോ, ഈ മഴ ഇനി എന്ന് തോരുമെന്ന് ഒരു പിടിയില്ല. എല്ലാം താണ്ട മഴയത്ത് നനഞ്ഞു കുത്തുന്ന പതിപ്പ് പോലെ കുളിച്ച് നിൽപ്പുണ്ട്. ഇവിടെ കിളിച്ച് ഞങ്ങളുടെ റംബൂട്ടാനും എല്ലാം ഈ കാറ്റും മഴയും അടിച്ച് പൊഴിഞ്ഞ് താഴെ പോകുന്നതല്ലാതെ വേറെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പം ഞാൻ പൊന്നൂനും കൂടെ ഇന്നൊരു സ്ഥലം വരെ പോവാം. ഇപ്പം വണ്ടി വരും. ഇപ്പം നടന്നു പോകാനൊന്നും വയ്യ, വണ്ടിക്കകത്തേ പറ്റൂ. മഴ ആയതുകൊണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് വണ്ടി വരുന്നെന്ന് തോന്നേ. അപ്പം നമുക്ക് സ്ഥലം കണ്ടിട്ട് വരാം. അമ്മയെ കാണാനാണ്. ഈ മഴയത്ത് നമ്മുടെ വഴിയും ചുറ്റും എല്ലാം തെന്നി കിടക്കുകയാണ്. അന്നേരം അമ്മ അവിടെ വീട്ടിൽ വീണെന്ന് പറഞ്ഞു. അങ്ങനെ വീണ് അമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ പൊട്ടലുണ്ടെന്ന് പറഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടേക്കാണ്. അങ്ങനെ അമ്മയെ കാണാനാണ് പോകുന്നത്. 2-3 ദിവസം കൊണ്ട് പോകുന്നുണ്ട്. ഞാൻ വെച്ചിന്ന് പൊന്നൂസിനെയും കൊണ്ട് പോകുന്നതില്ലേ വീഡിയോ പിടിക്കുക. അങ്ങനെ വണ്ടി വന്നു, നമ്മൾ കയറി വണ്ടി ഇരിക്കുകയാണ്. ഞാൻ ജാനിക്കുട്ടി ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നുള്ള നമ്മൾ ഡബ് ചെയ്യാൻ നേരത്ത്. അങ്ങനെ നമ്മുടെ വീടെത്താറായി. അങ്ങനെ വീട്ടിൽ ചെന്ന് ഞാൻ നേരെ കതകൊക്കെ തുറന്ന് അടുക്കളയിലോട്ടാണ് ചെന്നത്. അടുക്കള കതകൊക്കെ തുറന്ന് ഞാൻ കതവ് തുറക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം കുടിക്കാനുള്ള വെള്ളമാണ് ഗ്യാസിൽ വെച്ച്. കുടിക്കാനുള്ള വെള്ളമൊക്കെ വെച്ച് പിന്നെ ഇച്ചിരി ചോറ് വെച്ചൂറ്റാനുണ്ടായിരുന്നു. അങ്ങനെ ആ ചോറ് ഊറ്റാനുള്ള വെള്ളമൊക്കെ എടുത്ത് ചോറ് വെച്ചിട്ടാണ് പിന്നെ അതിൻ്റെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് ഗ്യാസിൻ്റെ ഫ്രണ്ടിലത്തെ ജനലൊക്കെ തുറന്നിട്ട് ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുക, മഴ തോരുന്നേയില്ല. അങ്ങനെ അതൊക്കെ വെച്ചിട്ട് എന്തായാലും ചോറുണ്ട്. ഇനിയിപ്പം കറി എന്താന്ന് വെച്ചാൽ നോക്കാമെന്ന് വെച്ച് ഫ്രിഡ്ജ് കോഴി ഫ്രിഡ്ജ് തുറന്ന് നോക്കി. പിന്നെ ഞാൻ വരുന്ന വഴിക്ക് കടയിൽ കയറി കുറച്ച് പയർ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചാൽ നേരെ കൊണ്ടുവന്ന് ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചത്. പിന്നെ അതെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിലെടുത്ത് പിന്നെ ഞാൻ വിചാരിച്ചു ആ പയർ തോരൻ വെക്കാം. ഞാൻ ആവശ്യമായ പയറും ഉള്ളിയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഇരുന്ന് അരിഞ്ഞ് പയർ തോരൻ വെക്കണം. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ മഴ എന്ന് വെച്ചാൽ മഴയുണ്ട്, ഒന്ന് മഴ തോന്നി നിന്നാൽ പിന്നെ ചൂട് നല്ല ആവി എടുക്കുന്നുണ്ട്. ആ രീതിക്കുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ തോരനുള്ള പയറൊക്കെ അവിടെ അന്നേരം അമ്മ അവിടെ TV കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ. അതാ സൗണ്ട് ഉണ്ടായിരിക്കും. അങ്ങനെ പയർ തോരനുള്ള അരിഞ്ഞുകൊണ്ടിരുന്ന അന്നേരവും വീട്ടകത്ത് നല്ല മഴ. അമ്മ ജസ്റ്റ് മുറ്റത്തെങ്ങാണ്ട് മുറ്റം തൂത്തോണ്ടിരുന്ന സമയത്ത് പൂച്ചയെ ഓടിക്കാനായിട്ട് ഇങ്ങനെ തിരിഞ്ഞതാണ്. അപ്പം കാല് തെറ്റി നമ്മൾ ആദ്യം കൊണ്ടുപോയത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. അവിടെ ചെന്നപ്പം അവർ കുഴപ്പമൊന്നുമില്ല, ഞരമ്പ് വലിഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടായിരുന്നു. പിന്നെ പിറ്റേന്ന് കഴിഞ്ഞ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കുന്നിക്കോട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവിടെ ചെന്നപ്പോഴേ അവർ പറഞ്ഞു പൊട്ടലുണ്ട്, ബാൻഡേജ് ഇട്ടാൽ ശരിയാകത്തില്ല, പ്രായമുള്ളവർക്ക് ഇതിടണോ, പ്ലാസ്റ്റർ ഇട്ടേ പറ്റൂ എന്ന് പറഞ്ഞ്. അങ്ങനെ പ്ലാസ്റ്ററൊക്കെ ഇട്ട് ഇപ്പോൾ വീട്ടിൽ വന്നിട്ട് 3-4 ദിവസമായി. എനിക്ക് അന്ന് വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയില്ല. ഇപ്പം അമ്മയ്ക്ക് ചെറിയ വേദനയുണ്ട്, അന്നൊക്കെ നല്ല വേദനയായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് പിന്നെ കുറച്ച് നേരം അമ്മയോട് ഈ പയറൊക്കെ അരിഞ്ഞ് വർത്തമാനമൊക്കെ പറഞ്ഞ് ഇതിൻ്റെ ഇടയിൽ അമ്മയ്ക്ക് ഫോണൊക്കെ വരുന്നുണ്ട്, ഓരോരുത്തർ വിളിക്കുന്നുണ്ട്. അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് പയറൊക്കെ അരിഞ്ഞെടുക്കുമായിരുന്നു. ഇതിനിടെ എനിക്ക് ഫോൺ വരുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുന്നത് അന്ന്. പക്ഷേ ഈ മഴ തോരുന്നേ ഇല്ല, ഇങ്ങോട്ടും ഇനിയിപ്പം കുഞ്ഞുങ്ങളുടെ സ്കൂൾ തുറക്കാറായി. ഞാൻ എപ്പോഴും ആലോചിക്കും പൊന്നൂസിനെ കൊണ്ടുപോകണമെന്ന്. അങ്ങനെ പയറൊക്കെ അരിഞ്ഞ് പയർ തോരനുള്ള എല്ലാം ആക്കിയിട്ട് ചമ്മന്തിക്കായിട്ട് തേങ്ങ തിരുകി ചമ്മന്തി അരച്ചു. പിന്നെ ചോറ് വിളമ്പി അമ്മയ്ക്ക്. ഇന്ന് ചമ്മന്തിയും മുട്ട പൊരിച്ചതും, ഇന്നലെ തീയലുണ്ടായിരുന്നു, ഉള്ളിത്തേലും പയർ തോരനും, പിന്നെ ഇച്ചിരി ഉടച്ചു കറിയാണ്. പിന്നെ വൈകിട്ടായപ്പോൾ അമ്മയ്ക്ക് രാത്രിത്തേക്ക് കഴിക്കാൻ ഗോതമ്പ് ദോശ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഗോതമ്പ് ദോശയ്ക്കുള്ള മാവൊക്കെ എടുത്ത് വെച്ച് എന്നും ഞാൻ രാത്രിത്തേനൊക്കെ ഉണ്ടാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞാൻ ഇനി തിരിച്ചു പോരുകയാണ് ചെയ്യുന്നത്, വീട്ടിലോട്ട് വരും. എന്നിട്ട് ഇന്ന് ജാനിക്കുട്ടിയെ ഇവിടെ അമ്മ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അങ്ങനെ എല്ലാം ആക്കി ശരിയാക്കി. ഗോതമ്പ് ദോശ അമ്മയ്ക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് ഗോതമ്പ് ദോശ മതി എന്ന് പറഞ്ഞ് പാലിത്തരാം. ഗോതമ്പ് ദോശ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ആദ്യം എടുത്ത തവി ശരിയായില്ല. പിന്നെ ആ കൂട്ടത്തിൽ തന്നെ വൈകുന്നേരം ഒരു 4-4:30 ആയായിരുന്നു. പിന്നെ ഞാൻ ചായയൊക്കെ വെച്ച് പിന്നെ ആ ചായ ഇരിയോടെ ആവുന്ന സമയം കൊണ്ട് ഗോതമ്പ് ദോശയ്ക്കായിട്ടുള്ള ചമ്മന്തി അരയ്ക്കാനുള്ള തേങ്ങ തിരികെ എടുത്തുകൊണ്ടിരിക്കുക. ആ സമയത്തും പുറത്ത് നല്ല തോരാ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ
ജാനിക്കുട്ടിക്ക് ഞാൻ വരുന്ന വഴിക്ക് ഒരു കോഴിയെ വാങ്ങിച്ചോണ്ട് കൊടുത്തു. കുഞ്ഞിക്കോഴി ഇങ്ങനെ നീങ്ങി അതും വെച്ചിട്ടാണ് ഈ കളി മൊത്തം. കോഴിയമ്മ എന്നൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ അതാ പറയുന്നത്. അങ്ങനെ ചമ്മന്തിക്കുള്ള തേങ്ങയെല്ലാം ഞാൻ തിരക്കിയെടുത്ത് ഇങ്ങനെ ഗ്യാസ് എന്ന് വെച്ചാൽ ഒന്ന് തീരുമ്പോൾ ഒന്ന് അടുത്ത വെക്കാനുള്ള രീതിക്കാണ് ഈ ഗ്യാസ് കത്തിച്ച് വെച്ചേക്കുന്നത്. ഇടയ്ക്ക് നിർത്തിയിട്ട് വെക്കണ്ടല്ലോ എന്നങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ ചായ മാറ്റിക്കഴിഞ്ഞ് ഉടനെ ചമ്മന്തിക്കുള്ള കടുക് വറക്കാനുള്ള എണ്ണ ചട്ടിയൊക്കെ വെച്ച് കടുകൊക്കെ പൊട്ടിച്ച് ചമ്മന്തി ഉണ്ടാക്കാം. കറിവേപ്പിലേക്ക് ഇട്ട് ഞാനിതെൻ്റെ ഫോൺ എൻ്റെ കൈ പിടിച്ചുകൊണ്ടാണ് ഈ ഇതെല്ലാം വീഡിയോ പിടിക്കുന്നത്. അതിൻ്റേതായ പോരായ്മകൾ എൻ്റെ വീഡിയോയിൽ കാണും. അങ്ങനെ ചമ്മന്തിയൊക്കെ റെഡിയാക്കി ഇനി കുറച്ച് ഇതിനകത്ത് വെള്ളം ഇച്ചിരി കൂടെ ലൂസാക്കിയായിരുന്നു ചമ്മന്തി. അങ്ങനെ ചമ്മന്തിയൊക്കെ റെഡിയാക്കി ഇനിയിപ്പം അങ്ങനെ അടുത്ത ആ ചമ്മന്തി അങ്ങോട്ട് മാറ്റിയിട്ട് അതേ അടുപ്പിൽ തന്നെ ദോശക്കല്ലൊക്കെ വെച്ച് നേരത്തെ പറഞ്ഞില്ലേ ഗോതമ്പ് ദോശയാണ്. അങ്ങനെ ഗോതമ്പ് ദോശ ചുടാനായിട്ട് ആദ്യത്തെ ഒഴിച്ചു. അങ്ങനെ ആദ്യത്തെ ഗോതമ്പ് ദോശ ഒഴിച്ച് അങ്ങനെ അമ്മയ്ക്ക് ഗോതമ്പ് ദോശ മതിയെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഇന്നലെ അല്ല സാധാ ദോശ ചുട്ടു കൊടുത്തിട്ടാണ് വന്നത്. അങ്ങനെ രാവിലെ ഗോതമ്പ് ദോശയൊക്കെ ഇതിൻ്റെ ഇടയിൽ ഇവിടെ ജാനിക്കുട്ടി എൻ്റെ അടുത്ത് വന്നിരിപ്പുണ്ട്. അങ്ങനെ നമ്മുടെ ദോശ ഞാൻ അമ്മ വിളിച്ചപ്പോൾ അങ്ങോട്ടൊന്ന് പോയായിരുന്നു. അന്നേരം ഒരു പുറം നല്ല വൃത്തിയായിട്ട് അങ്ങനെ മൊരിയുന്ന പോലെ ആയിപ്പോയി. അന്ന് കഴിഞ്ഞിട്ടാണ് തിരിച്ചിട്ട് അന്നേരം ഒന്നും കൂടെ തിരിച്ചിട്ട് റെഡിയാക്കി ഗോതമ്പ് ദോശയൊക്കെ ചുട്ടെടുത്ത് തോനെയൊന്നുമില്ല ഒരു 3 മാക്സിമം 3 അതിൽ കൂടുതൽ അമ്മ കഴിക്കില്ല. അങ്ങനെ ദോശയൊക്കെ ചുട്ടാക്കി വെച്ച് പിന്നെയും അവിടെ നോക്കിയപ്പം വെളിയിലോട്ടൊന്നും നോക്കാൻ വയ്യാത്ത മഴയുണ്ടെന്നേ ഉള്ളൂ. വലിയ ഇടിയോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ കാറ്റുണ്ട് കേട്ടോ, നല്ല കാറ്റുണ്ട് വീശുന്നുണ്ട്. അങ്ങനെ ഗോതമ്പ് ദോശ അടുത്തതിന് മാവൊഴിച്ച് കറക്കി. ഞാനിതിപ്പോൾ വീഡിയോ പിടിച്ചുകൊണ്ട് കൈ ഫോണിരിക്കുന്നതുകൊണ്ട് മാവ് ഒരു സൈഡിലോട്ട് അങ്ങ് ആയിപ്പോയി. അങ്ങനെ ദോശയ്ക്ക് അടുത്ത മാവൊക്കെ ഒഴിച്ച് ആ സമയത്ത് അമ്മ വിളിച്ചായിരുന്നു. ഞാൻ ചായ ഇട്ടത് അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തായിരുന്നു ദോശമാവ് ഒഴിച്ചിട്ട്. അങ്ങനെ അമ്മയുടെ ദോശയെല്ലാം റെഡിയായി. അത് കാസറോള് ചൂട് നമ്മൾ കഴിക്കുമ്പോൾ ഒരു 7 മണി 7:30 ആവും. അപ്പോൾ ഇൻസുലിനൊക്കെ എടുത്തിട്ട് ഒഴിച്ച് വെച്ച് അങ്ങനെ അമ്മയുടെ കയ്യെത്തും ദൂരത്താക്കി വെച്ചിട്ട് ഞാൻ പൊന്നൂസിനെയും കൊണ്ട് വണ്ടിക്കകത്ത് തിരിച്ച് വീട്ടിലോട്ട് എൻ്റെ വീട്ടിലോട്ട് വരാൻ വേണ്ടി ഇറങ്ങി. അപ്പം നാളെ ഇനിയപ്പോൾ അമ്മ അവിടെ കാണത്തില്ല, അണ്ണൻ വന്ന് കൊണ്ടുപോകും. അപ്പോൾ അവർ അങ്ങ് കൊണ്ടുപോകാം. എനിക്കിവിടെ മോളുടെ സ്കൂളും ഒക്കെ ഞാൻ മാറ്റിയോണ്ട് എനിക്ക് ഭയങ്കര ദിവസം വന്നു പോകാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ അണ്ണൻ വന്ന് കൊണ്ടുപോകും. ഇന്നലെ വീട്ടിൽ നിന്ന് അമ്മ സാധനം മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇളമ്പലൊരു പുതിയ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി. പുതിയതെന്ന് വെച്ചാൽ പഴയതാണ് എന്നേ ഉള്ളു. പുനലൂരുള്ള ഇവരുടെ തന്നെ പുതിയതായിട്ട് ഇളമ്പലും കൂടെ തുടങ്ങി. ഞങ്ങളവിടെ ചെന്ന് അങ്ങനെ എനിക്ക് വേണേ പിന്നെ വഴിയിലിറങ്ങി അവിടെ ഒരു വണ്ടി കിടക്കുന്നതുകൊണ്ട് അകത്തോട്ട് കയറാൻ പറ്റിയില്ല. ഞങ്ങൾ റോഡിലിറങ്ങി നടന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയി എൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ മാമിയാണ് ആ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്നത്. പുനലൂർ മാമി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇളമ്പൽ തുടങ്ങിയപ്പോൾ ഇളമ്പൽ ആ സൗകര്യം അങ്ങനെ മാമി വന്ന്. അങ്ങനെ ഇത്രയേ ഉള്ളൂ.